എല്ലാവർക്കും നമസ്കാരം. കെമിസ്ട്രി ക്ലാസ്സസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരോടും കമൻസ് ഇട്ടവരോടും അതിലെ വ്യൂവേഴ്സിനോടുള്ള നന്ദി ഞാൻ ഈ സമയം രേഖപ്പെടുത്തുന്നു. ഇനിയുള്ള കുറച്ച് എപ്പിസോഡുകൾ +2 ഒന്നാമത്തെ ചാപ്റ്ററായ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത് പോലെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ 8 എപ്പിസോഡാക്കിയിട്ടാണ് ഇതിനകത്ത് വീഡിയോസ് ഇടുന്നത്. ടോട്ടൽ തിയറിയെ 6 തിരിച്ചിട്ട് തിയറി ഉൾപ്പെടുത്തി 6 എപ്പിസോഡുകളും അതിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് ഒരു എപ്പിസോഡും പിന്നെ നീറ്റ് കീം പോലെയുള്ള എഞ്ചിനീയറിംഗ് മെഡിസിൻ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയാസും ഷോർട്ട് കട്ട്സും ടിപ്സും കൂടെ ഉൾപ്പെടുത്തി ഒരു എപ്പിസോഡും. അങ്ങനെ 8 എപ്പിസോഡുകളാണ് ഇനി സോളിഡ് സ്റ്റേറ്റുമായി ബേസ് ചെയ്തിട്ട് ഈ ചാനലിലേക്ക് വരാൻ പോകുന്ന വീഡിയോസ്. ഇന്നത്തെ എപ്പിസോഡിൽ സോളിഡ്സിൻ്റെ പ്രത്യേകതകളും സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് സോളിഡ്സിൻ്റെ പ്രത്യേകതകൾ എന്ന് ചോദിച്ചാൽ പറയേണ്ട കാര്യമില്ല. സോളിഡ്സിന് ഡെഫിനറ്റ് ആയിട്ടൊരു സൈസ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, വോള്യൂം ഉണ്ട്. എന്താ കാരണം? ഇതിനകത്തെ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആറ്റംസ്, അയോൺസ്, മോളിക്യൂൾസ്. പാർട്ടിക്കിൾസ് വളരെ ക്ലോസ്ഡ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുമ്പോൾ ഈ പാർട്ടിക്കിൾസിനിടയിലുള്ള ഡിസ്റ്റൻസ്, ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് വളരെ കുറവാണ്, നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് ഈ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ പാർട്ടിക്കിൾസിന് ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഓസിലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. മാത്രമല്ല അവനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇൻകംപ്രസിബിൾ ആണ്. നിങ്ങളതിനെ ഹീറ്റ് ചെയ്താൽ പെട്ടെന്ന് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ തെർമൽ എക്സ്പാൻഷൻ വളരെ കുറവാണ്. 2 സോളിഡ്സിനെ ചേർത്ത് വെച്ചാൽ അവരങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിഫ്യൂസിബിലിറ്റി കുറവാണ്. ആൾ വളരെ ഹാർഡായതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കുറച്ച് കൂടുതലാണ്. ഇത്രയുമാണ് സോളിഡ്സിൻ്റെ പ്രത്യേകത. ദേ ഹാവ് ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്. Intermolecular distances are short. Intermolecular forces are very strong. Constituent particles have a fixed position. They can only oscillate, they can't move. Incompressible and rigid. Low thermal expansion, vapor pressure, diffusibility, and high melting and boiling points. Clear? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. 2 സോളിഡിൻ്റെ പിക്ചറാണ് നിങ്ങൾ ഈ ബോഡി കാണുന്നത്. 2ലും പാർട്ടിക്കിൾസ് വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്. സോ 2ഉം സോളിഡ് ആണ്. പക്ഷേ ഈ 2 സോളിഡിൻ്റെ സ്ട്രക്ചറുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിലെ പാർട്ടിക്കിൾസ് എല്ലാം വളരെ റെഗുലറായി വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിലെ പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണെങ്കിലും ഒരു ഇറഗുലർ അറേഞ്ച്മെന്റ് ആണ്. സോ ക്ലോസ്ലി പാക്ഡ് ആകുമ്പോഴും റെഗുലർ അറേഞ്ച്മെന്റ് കാണിക്കുകയും ഇറഗുലർ അറേഞ്ച്മെന്റ് കാണിക്കുകയും ചെയ്യുന്ന 2 ടൈപ്പ് സോളിഡ്സ് ഉണ്ട്. അതിലൊന്നാമത്തെ സോളിഡിന് പറയുന്ന പേര് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും, രണ്ടാമത്തെ സോളിഡിനെ അമോർഫസ് സോളിഡ് എന്നും വിളിക്കാം. അപ്പോൾ സോളിഡ്സിനെ 2 തിരിച്ചു, ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള വ്യത്യാസം? അവനൊരു ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ്, ജോമെട്രി ഒക്കെ ഉണ്ടാകും. അവൻ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഡെഫിനറ്റ് ജോമെട്രി ഉണ്ടാകില്ല. ഇവർക്കിടെയുള്ള ഡിസ്റ്റൻസ്, എല്ലാ ഡിസ്റ്റൻസും വളരെ ഈക്വൽ ആണ്. പക്ഷെ ഇവിടെ ഒരു ഇറഗുലർ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസിൽ വ്യത്യാസമുള്ളത് കൊണ്ട് ഇടയിലുള്ള ബന്ധം അഥവാ ബോണ്ട് പൊട്ടുമ്പോഴാണല്ലോ ഒരാൾ മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇയാളെ മെൽറ്റ് ചെയ്യിപ്പിക്കുന്നു, ഇയാളെ മെൽറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇയാളുടെ ബോണ്ടിന്റെ ലെങ്ത് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് എല്ലാ ബോണ്ടും ഒരേ ടെമ്പറേച്ചറിലായിരിക്കും മെൽറ്റ് ചെയ്യുക. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഡിസ്റ്റൻസ് കൂടുമ്പോൾ ബോണ്ടിന്റെ ലെങ്ത്തിന് വീക്കാകും.
സോ വീക്ക് ആയിട്ടുള്ള ബന്ധങ്ങളുമുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ബന്ധങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് തീ കൊണ്ടുപോകുമ്പോൾ വീക്ക് ആയിട്ടുള്ള ബന്ധങ്ങളെല്ലാം ആദ്യം പൊട്ടും. സോ അവന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റ് അല്ല, അവന് ഡിഫറൻ്റ് ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് അവൻ കാണിക്കും. മറ്റൊന്ന്, ഞാൻ അവനെ കട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. ഉദാഹരണത്തിന് ഒരു ചക്കയും ഉണ്ട്, ഒരു ആപ്പിളും ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ആപ്പിളിന് ഒരു ഷാർപ്പായിട്ടുള്ള നൈഫ്, മൂർച്ചയുള്ള കത്തി വേണം. സൈഡിലൂടെ കട്ട് ചെയ്യുമ്പോൾ 2 പീസ് കിട്ടും. ആ 2 പീസിൻ്റെ സർഫസ് നോക്കിയാൽ വളരെ നീറ്റായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള കാണാൻ നല്ല രസമുള്ള 2 ക്ലീവേജ്. എന്നാലൊരു പഴുത്ത ചക്കയാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെങ്കിൽ 2 പീസ് കാണാൻ രസമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇറഗുലർ ആയിട്ടുള്ളൊരു ക്ലീവേജ് ആണ്. അതിനകത്തുള്ള ചക്കക്കുരു ചിലപ്പോൾ സെൻറ്റർ വെച്ച് കട്ടാകും, ചിലപ്പോൾ സൈഡിലൂടെ കട്ടാകും, ചിലപ്പോൾ കട്ടാകുന്നില്ല. ഇറഗുലർ ആയിട്ടുള്ള 2 ക്ലീവേജ്. അതുപോലെയാണ് ഇവിടെ. ഞാൻ എവിടെയെങ്കിലും വെച്ചവനെ കട്ട് ചെയ്താൽ നീറ്റ് ആയിട്ടുള്ള 2 ക്ലീവേജ് കിട്ടും. ഇവിടെ ഇറഗുലർ ആയിട്ടുള്ള ക്ലീവേജ് കിട്ടും. ഒന്നാമത്തെ സോളിഡിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ അവനൊരു ഡയറക്ഷൻ ഉണ്ട്, മറ്റൊരു ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ ഡിഫറന്റ് ഡയറക്ഷൻസ് അവനുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേക ഡയറക്ഷൻ പറയാനായിട്ടില്ല. ചില സ്വഭാവങ്ങൾ ഡയറക്ഷൻ മാറുമ്പോൾ മാറും. ഉദാഹരണത്തിന് റെസിസ്റ്റൻസ്, കണ്ടക്റ്റൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അങ്ങോട്ട് കാണിക്കുന്ന വാല്യൂസ് ആകണമെന്നില്ല, ഇങ്ങോട്ട് കാണിക്കുന്നത് ആ വാല്യൂസ് ആകണമെന്നില്ല, ഇങ്ങോട്ട് കാണിക്കുന്നത്. സോ ഡയറക്ഷൻ മാറുമ്പോൾ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരും. അതുകൊണ്ട് അവനെ നമ്മൾ അനൈസോട്രോപ്പിക് എന്ന് പറയും. അവന് ഡയറക്ഷനേ ഇല്ല, അതുകൊണ്ട് ഡയറക്ഷൻ മാറാത്തത് കൊണ്ട് പ്രോപ്പർട്ടീസിലും മാറ്റമില്ല. അതുകൊണ്ട് നമ്മൾ അവനെ ഐസോട്രോപ്പിക് എന്ന് പറയും. മറ്റൊന്ന്, അവന്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പാണ്, അവന്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പല്ല. അതുപോലെ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, ഉരുകുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച്, ആ എൻതാൽപ്പി ചേഞ്ച് ഉരുകാൻ ആവശ്യമായ ടെമ്പറേച്ചർ ഷാർപ്പാണെങ്കിൽ ഉരുകുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ചും ഷാർപ്പായിരിക്കും. അവനൊരു ഷാർപ്പായിട്ടുള്ള ഡെഫിനറ്റ് ആയിട്ടൊരു എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഉണ്ട്. അവൻ അങ്ങനെ ഒരു എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഇല്ല. ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ റെഗുലറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവനെ ലോങ് റേഞ്ച് ഓർഡർ സബ്സ്റ്റൻസ് എന്നും, അവനെ അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ഷോർട്ട് റേഞ്ച് ഓർഡർ സബ്സ്റ്റൻസ് എന്നും വിളിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇവനാണ് യഥാർത്ഥ സോളിഡ്. അതുകൊണ്ട് നമ്മൾ അവനെ ട്രൂ സോളിഡ് എന്ന് വിളിക്കും. ഇവൻ അങ്ങനെയല്ല, അതുകൊണ്ട് നമ്മൾ അവനെ സ്യൂഡോ സോളിഡ് എന്ന് വിളിക്കും. സോഡിയം ക്ലോറൈഡ് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. അവൻ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ട്, അതുകൊണ്ട് അതൊരു ട്രൂ സോളിഡ് ആണ്. പക്ഷെ റബ്ബർ പണ്ട് മരത്തിൽ നിന്ന് കിട്ടുമ്പോൾ അത് ലിക്വിഡ് ഫോമിലാണ്, പിന്നെയാണ് അത് സോളിഡായി മാറുന്നത്, ആക്കി മാറ്റുന്നത്. ഗ്ലാസ് അമോർഫസ് ആണ്. ഗ്ലാസും ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒരു ലിക്വിഡ് ഫോമാണ്, പിന്നെയാണ് നമ്മൾ അതിനെ സോളിഡിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ജന്മന അവർ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് വന്നവരാണ്. യഥാർത്ഥ സ്വഭാവം അവരുടേത് സോളിഡ് അല്ല, പക്ഷെ ഇപ്പോൾ അവർ സോളിഡിന്റെ സ്വഭാവം കാണിക്കുന്നു. നമ്മൾ അവനെ യഥാർത്ഥ സോളിഡായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ അവരെ സ്യൂഡോ സോളിഡ് എന്ന് വിളിക്കുന്നു. ക്രിസ്റ്റലൈനെയും അമോർഫസിനെയും കുറിച്ചുള്ള ഡിഫറൻസസ് 2 കോളമാക്കി നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം. ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക. ഫസ്റ്റ് കോളം ക്രിസ്റ്റലൈൻ, സെക്കൻഡ് കോളം അമോർഫസ്. അതിന് മുൻപ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ക്രിസ്റ്റലൈൻ, ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ് ആൻഡ് റിജിഡ്. സെക്കൻഡ് കോളം ഫസ്റ്റ് കോളം melt at a sharp and characteristic temperature. Third point, when it cut with a sharp edged tool, you get a regular clean cleavage. Crystalline have a definite and characteristic heat of fusion. It is anisotropic. It is a long range order. It is a true solid. ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ അതിനകത്തുണ്ട്. പിന്നെ എക്സാമ്പിൾസ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ് കോളം. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ആക്ച്വലി യഥാർത്ഥ സോളിഡ് ക്രിസ്റ്റലൈൻ ആയതുകൊണ്ട് ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ സോളിഡുകളെ കുറിച്ചാണ്. ഒരു സോളിഡ് പൊസസ് ചെയ്യുന്ന സോളിഡിനകത്ത് കാണുന്ന പാർട്ടിക്കിൾസ്, അവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് സോളിഡ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മോളിക്കുലാർ സോളിഡ്, അയോണിക് സോളിഡ്,
മെറ്റാലിക് സോളിഡ്, കൊവാലന്റ് സോളിഡ്, 4 ടൈപ്പ് ഓഫ് സോളിഡ്. അതിൽ ഈ മോളിക്കുലാർ സോളിഡിനെ വീണ്ടും നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പോളാർ, നോൺ പോളാർ ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ്. പോളാർ മോളിക്കുലാർ സോളിഡ്, നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. ഇവരിലെ പാർട്ടിക്കിൾസ് എന്താണ്? മോളിക്കുലാർ സോളിഡിലെ പാർട്ടിക്കിൾസ് മോളിക്യൂൾസും, അയോണിക് സോളിഡിലെ പാർട്ടിക്കിൾസ് അയോൺസും, മെറ്റാലിക് സോളിഡിലെ പാർട്ടിക്കിൾസ്. ഇതൊരു മെറ്റൽ ആണെന്ന് വിചാരിക്കൂ. മെറ്റൽ വളരെ ഈസി ആയിട്ട് ഇലക്ട്രിസിറ്റിയെയും ഹീറ്റിനെയും കണ്ടക്ട് ചെയ്യും. മെറ്റൽ കണ്ടക്ട് ചെയ്യണമെങ്കിൽ മെറ്റലിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകണം. ഇതാണ് ഒരു മെറ്റൽ ആറ്റം എന്ന് വിചാരിക്കുക. ഇത് അവൻ്റെ വാലൻസി ഷെല്ലാണെന്ന് വിചാരിക്കൂ. വാലൻസി ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണല്ലോ സാധാരണ ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് കാണുക. അപ്പോൾ ഈ മെറ്റൽ ആറ്റത്തിനകത്ത് വാലൻസി ഇലക്ട്രോൺസ് ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഇതങ്ങോട്ട് മാറ്റിയാൽ പിന്നെ എന്തുണ്ട്? പിന്നെ പോസിറ്റീവ് ചാർജുള്ള ഒരു പാർട്ട് ഉണ്ടാവും. ഈ പാർട്ടിന് പറയുന്ന പേര് കേണൽ എന്നാണ്. സോ മെറ്റൽസിനകത്തുള്ള പാർട്ടിക്കിൾസിനെ പോസിറ്റീവ് ചാർജുള്ള കേണൽ എന്നും വാലൻസി ഇലക്ട്രോൺസ് എന്നും 2ആയിട്ട് തിരിക്കാം. സോ കേണൽസ് ആൻഡ് വാലൻസി ഇലക്ട്രോൺസ്. കോവാലന്റിലെ പാർട്ടിക്കിൾസ് ആറ്റംസ്. പാർട്ടിക്കിൾസ് മനസ്സിലായി. ബാക്കി പ്രോപ്പർട്ടീസ് വളരെ ഈസി ആയിട്ട് മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കും. ഞാൻ അവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്, ആ ചാർട്ടിലേക്ക് നോക്കാം. 4 ടൈപ്പ്: മോളിക്കുലാർ, അയോണിക്, മെറ്റാലിക്, കോവാലന്റ്. അതിലെ പാർട്ടിക്കിൾസ് മോളിക്യൂൾസ്, അയോൺസ്, കേണൽ ആൻഡ് വാലൻസി ഇലക്ട്രോൺസ്, ആറ്റംസ്. മൂന്നാമത് നിങ്ങൾക്ക് അവർക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നിങ്ങളതിനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടൊന്ന് നോക്കിയാൽ മതി, പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കിയാൽ മതി. പിന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഞാൻ പറഞ്ഞ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് അവിടെ കാണാം. പിന്നെ അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ്. പോളാർ വളരെ സോഫ്റ്റ് ആണ്, നോൺ പോളാർ സോളിഡും വളരെ സോഫ്റ്റ് ആണ്, ഹൈഡ്രജൻ ബോണ്ടഡ് കുറച്ച് ഹാർഡാണ്. ഐസൊക്കെ അറിയാലോ, കുറച്ച് ഹാർഡാണ്. അയോണിക് ഉപ്പ് ഹാർഡാണ്, എന്നാൽ പൊടിഞ്ഞു പോകും, ബ്രിട്ടിലാണ്. മെറ്റാലിക് ഹാർഡാണ്, മാലിബിൾ ആണ്, ഡക്റ്റൈൽ ആണ്, യുനോ. കൊവാലന്റ് സാധാരണ ഡയമണ്ട്, സിലിക്കൺ കാർബൈഡ് നിങ്ങൾക്ക് അതിൽ കാണാം. ഇതെല്ലാം ഹാർഡാണ്. ബട്ട് എക്സെപ്ഷണലി ഗ്രാഫൈറ്റ് ഉണ്ട്, അത് കുറച്ച് സോഫ്റ്റ് ആണ്. ഇനി അവരുടെ മെൽറ്റിംഗ് പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോളാർ സോഫ്റ്റ് ആണ്. സോഫ്റ്റ് ആകുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് വളരെ ലോ ആയിരിക്കും. നോൺ പോളാറും സോഫ്റ്റ് ആണ്. സോഫ്റ്റ് ആകുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ലോ ആയിരിക്കും. ഹൈഡ്രജൻ ബോണ്ടഡ് ഐസ് ഹാർഡാണ്. ഹാർഡ് ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണെന്നല്ല. ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് നമുക്കറിയാമല്ലോ, 0 ഡിഗ്രിയിലാണ് അത് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടഡ് കോമ്പൗണ്ടിന്റെ പ്രത്യേകത കാണുമ്പോൾ ഹാർഡ് ആണെങ്കിലും മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. എന്നെ പോലെ കാണുമ്പോൾ ഹാർഡ് ആണെങ്കിലും പെട്ടെന്ന് അലിഞ്ഞു പോകും. പിന്നെ മെറ്റാലിക്കിന്റെ പ്രത്യേകത അറിയാം, ഹാർഡ് ആയതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് വളരെ ഹൈ ആണ്. കൊവാലന്റിലും വളരെ ഹൈ ആണ്. അതിലെ ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണെങ്കിൽ പോലും അവൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ്. കാർബണിൻ്റെ അലോട്രോപ്പുകളിൽ തെർമലി സ്റ്റേബിളായ ഒരു അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മോളിക്കുലാറിലെ എല്ലാ ആൾക്കാരും ഇൻസുലേറ്റർ ആണ്. അയോണിക്കിൻ്റെ കാര്യം നമുക്കറിയാം. ഉപ്പ് ഒരു ഇൻസുലേറ്റർ ആണ്, പക്ഷെ ഉപ്പ് വെള്ളം അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത മോൾട്ടൺ NaCl ഒരു നല്ല കണ്ടക്ടറാണ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റർ ആണ്, മോൾട്ടൺ സ്റ്റേറ്റിലോ ലിക്വിഡ് ഫോമിലോ അവർ നല്ല കണ്ടക്ടറാണ്. മെറ്റൽസ് എല്ലാം നല്ല കണ്ടക്ടറാണെന്ന് നമുക്കറിയാം. പിന്നെ കോവാലന്റിൽ ഡയമണ്ട്, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം ഇൻസുലേറ്റർ ആണ്, പക്ഷെ ഗ്രാഫൈറ്റ് ഒരു നല്ല കണ്ടക്ടറാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സോളിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അവരുടെ ക്ലാസിഫിക്കേഷനും. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ, ക്രിസ്റ്റലിൻ ആൻഡ് അമോർഫസ്, പിന്നെ അതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ഫോഴ്സസിൻ്റെ ബേസിസിൽ 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. ഇന്ന് ഇത്രയും പഠിക്കുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കുക. NCERT ടെക്സ്റ്റിനകത്തുള്ള പ്രോബ്ലംസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ ചെയ്തൊക്കെ നോക്കുക. നിങ്ങളുടെ സംശയങ്ങൾ
ഞാനുമായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു സംവിധാനം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. നന്നായിട്ട് പഠിച്ചതിന് ശേഷം PR കെമിസ്ട്രി ക്ലാസ്സസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ വീഡിയോസ് കണ്ട് പഠിച്ചതിന് ശേഷം ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.